പണ്ഡിറ്റ് ഗോപാലൻ നായരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു അവാർഡാണ് എനിക്ക് സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ സപ്താഹത്തിലും അനുസ്മരിക്കാൻ സാധിക്കുകയും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ 3-ാമത്തെ സ്കന്ധത്തിൽ കപില ഉപദേശം ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, കപില വാസുദേവൻ, അദ്ദേഹം പറയുന്നു, സദാം പ്രസംഗാൽ മമവേരിയ സംവിദോ ഭവന്തി ഹൃൽ കർണരസായനാഃ കഥാ തജ്ജോഷണാദാശ്വപവർഗവത്മനി ശ്രദ്ധാ രതി ഭക്തി അനുക്രമിഷ്യതി. സദാം പ്രസംഗാൽ, സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് കേൾക്കുന്ന ശ്രീകൃഷ്ണ കഥ, അതിന് ഏതൊരാളുടെ ചിന്തയിലേക്കും അമൃത രസത്തെ പ്രവഹിപ്പിക്കാൻ കഴിവുണ്ട്. ഹരിൽ കർണരസായനാഃ കഥാ, ശ്രീകൃഷ്ണ കഥയ്ക്ക് കൊടുത്ത വിശേഷണം ഹൃദയത്തിന് രസായനത്വം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നതാണ്. രസായന ചികിത്സ ഇവിടെ നമ്മൾ അനുസ്മരിക്കലുണ്ടായി. ആയുർവേദത്തെക്കുറിച്ച്, ആയുർവേദത്തിൽ വാർദ്ധക്യത്തിന് എതിരായി നടത്തുന്ന ചികിത്സാ സമ്പ്രദായമാണ് രസായന ചികിത്സ. എങ്കിൽ ഇന്ന് നമ്മൾ വാർദ്ധക്യം എന്ന് അംഗീകരിക്കുന്നത് ശരീരത്തിൻ്റെ വാർദ്ധക്യത്തെയാണ്. എന്നാൽ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്താണ് വൃദ്ധൻ്റെ ലക്ഷണം. വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന, ചിന്താമഗ്നതയാണ് വൃദ്ധൻ്റെ ലക്ഷണം. ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു 25കാരൻ 1 മണിക്കൂറിൽ ഒരു 25 തവണ ചോദിച്ചാൽ അദ്ദേഹം 75 വയസ്സിൽ അധികം മാനസികമായി വൃദ്ധനായി കഴിഞ്ഞ ഒരാളാണ്. ഇവിടെയാണ് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പ്രവർത്തനത്തിൻ്റെ സുതാര്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹമാണ് ശ്രീമദ് ഭാഗവതത്തിന് ഇന്ന് നമ്മൾ സ്വീകരിച്ച ഭാവാർത്ഥ കൗമുദി എന്ന വ്യാഖ്യാനം എഴുതിയത്. അതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയും. ഇത്രയ്ക്ക് മാത്രം ഭാഗവത പ്രചരണത്തിന് കാരണമായത് ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്ത പണ്ഡിറ്റ് ഗോപാലൻ നായർ എഴുതിയ ഈ വ്യാഖ്യാനം തന്നെയാണ്. എത്ര ആചാര്യന്മാരാണ് ഇന്നത് ഉപയോഗിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശനം നേടിയെടുത്തത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഉണ്ടായ ലൗകികമായ ജീവിതത്തിൻ്റെ ഒരു പരിമിതി ഇല്ലാതെയാക്കാനാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതം വ്യാഖ്യാനം ആരംഭിച്ചത്. അങ്ങനെ ശ്രീകൃഷ്ണ കഥകൾ പണ്ഡിറ്റ് ഗോപാലൻ നായർക്ക് ചിന്തയിൽ ഉണ്ടാക്കിക്കൊടുത്ത രസായനത്വമാണ് അദ്ദേഹത്തിന് 95-ാമത്തെ വയസ്സിൽ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതാനുള്ള ഉന്നതമായ ഭാഗ്യത്തെ ഉണ്ടാക്കിക്കൊടുത്തത്. നമ്മളൊക്കെ 95 വയസ്സിൽ എന്താവും ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി പറയുന്ന പരമമായ സത്യം, അത് ഓരോ വരിയിലും കാണുന്നത്, ഓരോ വാക്കിലും കാണുന്നത്, അനുഭവിച്ചറിഞ്ഞ പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ശ്രീഗുരുവായൂരപ്പ ഉപാസകനാണ്, ആയിരുന്നു എന്നല്ല ആണ് ഇന്നും ശോഭിക്കുന്ന പണ്ഡിറ്റ് ഗോപാലൻ നായർ. അദ്ദേഹത്തെ അനുസ്മരിച്ച് ഒരു 2 വാക്ക് എനിക്ക് സ്മരിക്കാൻ സാധിച്ചത്. ഇന്ന് ഇതിന് വലിയ സംഘടന ഭാരവാഹിത്വം ചെയ്തുകൊണ്ട് സാന്ദീപനി സാധാനാലയം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ശ്യാം ചൈതന്യജി, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, ഇവരെല്ലാവരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ സഭയെ ധന്യമാക്കിയ സുഹൃതികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ എളിയ നമസ്കാരം അറിയിക്കട്ടെ. വന്ദേ ഗുരുപരമ്പരാം, വന്ദേ ഗുരുപരമ്പരാം.